ഒരുപാട് സന്തോഷം. ഇതിപ്പോൾ വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മൾ കോട്ടയത്ത് നടക്കേണ്ടിയിരുന്ന ആ ഇവന്റ് നമ്മൾ കൊച്ചി ലുലു മോളിലേക്ക് മാറ്റിയത്. അതവിടെ കുറച്ചധികം ആളുകൾ വന്നേക്കാം എന്നുള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് നമുക്ക് ചിലപ്പം ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ പരിപാടി ഇങ്ങോട്ട് മാറ്റിയത്. ഇപ്പോൾ ഇവിടെ ക്രൗഡ് കണ്ടോ? അപ്പോൾ ഇന്ന് രാവിലെ ആണ് നമ്മളിത് അനൗൺസ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഇത്രയും ആളുകൾ ഇവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി വരികയും ഞങ്ങൾക്ക് ഇതിനൊരു സപ്പോർട്ട് അറിയുകയും ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമയുടെ ഒരു ഫിൽം മേക്കിംഗ് പ്രോസസ്സ് നമുക്കൊരു 8-9 മാസം നീണ്ടു നിൽക്കുന്ന പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഫൈനൽ മിക്സിംഗ് കൂടെ കഴിഞ്ഞ് അഖിൽ എനിക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ സിനിമ നല്ല റിസർച്ച് ചെയ്ത് നല്ലപോലെ അധ്വാനിച്ച് എല്ലാവരും ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമയിൽ വിനയ് സാറുണ്ട്, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന അദ്ദേഹമാണ്. പിന്നെ തൃഷ്ണ മാമുണ്ട്, പിന്നെ ഷബ്ബി തിലകൻ ചേട്ടനുണ്ട്, തുടങ്ങി അജുവേട്ടനുണ്ട്, പിന്നെ മേജർ രവി സാറുണ്ട്, അർച്ചന കവി, തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുള്ളതാണ്. പക്ഷെ അതിനേക്കാളും ഒക്കെ മുകളിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിലും ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിലും ഇത് മേക്ക് ചെയ്തിരിക്കുന്ന രീതിയിലുമാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അഖിൽ ജോർജ്, ഇതിൻ്റെ എഡിറ്റർ ചമൻ ചാക്കോ, ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജേക്സ് ബിജോയ്, അവരൊക്കെ അവരുടെ ദി ബെസ്റ്റ് വർക്ക് ഇതിനകത്തേക്ക് പുട്ടിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമയിൽ ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുടെ കോൺഫിഡൻസും വളരെയധികമാണ്. ഒപ്പം നിങ്ങളുടെ ഈ ക്രൗഡിൻ്റെ ഇത്രയും ക്രൗഡോട് വരികയും ഇത്രയും സപ്പോർട്ടും ഞങ്ങൾക്ക് വരുന്നത് ഞങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂട്ടുകയാണ്, ഞങ്ങളുടെ പ്രതീക്ഷകൾ കൂട്ടുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കും ജനുവരി 2-ാം തീയതി നിങ്ങളൊക്കെ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണും എന്നുള്ളത്. ആ പ്രതീക്ഷ തെറ്റില്ല എന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും എ വെരി ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമ്പന്നതയും തുടങ്ങിയ എല്ലാം തികഞ്ഞ വർഷമാവട്ടെ. തുടർന്ന് അങ്ങോട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സന്തോഷമാവാൻ ജനുവരി 2-ാം തീയതി ഐഡന്റിറ്റി സിനിമയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you very much. We really have to make some noise and some more. First of all, welcome to Kerala, welcome to Cochin. Thank you. I hope you all are doing amazing. Thank you. Yes, so Identity is going to hit the screen 2025. So I think this is going to be the first release of 2025 basically. I hope so. And what do you want to tell our audience? Go watch our movie. So ಎಲ್ಲರಿಗೆ ಫಸ್ಟ್ ಪುದು ವರ್ಷ ಆಶಂಸೆಗಳು ವಿಶ್ ಮಾಡಕ್ಕೆ That was not to be by Togi, Akhil and Anas. But thank you. Have a happy new year. We started this year with Identity releasing on January 2nd. We've had a cracking movie with action, love, betrayal, trust, car chases, fights on airplanes, something new in Indian cinema. So for you, I hope it's going to be a great movie. Thank you so much. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ സൂപ്പർമാനാണെന്ന് ആഗ്രഹിച്ചത് പറക്കാൻ പറ്റുന്നതുകൊണ്ട് മാത്രമല്ല, സൂപ്പർമാനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അതിന് പറ്റിയില്ല, അതിന് പറ്റില്ലല്ലോ. സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഇല്ല, സൂപ്പർമാൻ ആവാൻ പറ്റില്ല. പക്ഷേ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ അന്ന് മുതൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയ അന്ന് മുതൽ വളരെ എന്താ പറയുക സന്തോഷിച്ചിരുന്ന അൺകണ്ടീഷണൽ ലവ് എപ്പോഴായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുള്ള കാര്യമാണ്. അത് നമുക്ക് തിരിച്ച് ഓരോരുത്തർക്കും തരാൻ പറ്റുന്നത് എന്ന് പറയുന്ന ഒരു എൻ്റെ ഭാഗത്ത് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടായിരിക്കും. നല്ല നല്ല സിനിമകളായിട്ട് നമുക്കിലേക്ക് വരാനായിട്ട് ഓരോരുത്തരോടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന തിരിച്ച് കിട്ടാൻ എനിക്ക് തരാൻ പറ്റുന്നത് എൻ്റെ സ്നേഹമാണ് ഞാൻ സിനിമകളിലൂടെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്.